CTC. ആ ടേം നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. യൂഷ്വലി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓഫറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും CTCയെ പറ്റി പറയുക. നിങ്ങളുടെ CTC 10 lakhs ആണ്, 12 lakhs ആണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ 12 lakhs 10 lakhs അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുമോ? അതാണോ നിങ്ങളുടെ സാലറി? അല്ല. ശരിക്കും CTCയും നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന സാലറി തമ്മിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. CTC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു കമ്പനി. അതായത് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പം അയാൾക്കുള്ള ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻഡിച്ചറാണ് കോസ്റ്റ് ടു കമ്പനി അല്ലെങ്കിൽ CTC ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഫിഗർ ആയിരിക്കും. പക്ഷെ അത് മൊത്തം നിങ്ങളുടെ കൈ കിട്ടില്ല. കാരണം അതിൽ നിന്ന് പലതും ചിലപ്പോൾ ഡിഡക്റ്റബിൾസ് ആയിരിക്കും. എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്, അതായത് കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് അതുണ്ടാവും. പക്ഷേ എല്ലാ മാസവും അത് നിങ്ങളുടെ കൈ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ CTCന്ന് ഇങ്ങനത്തെ പല ഡിഡക്റ്റബിൾസ് പോയി കഴിഞ്ഞുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫൈനലി ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടാണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും CTC കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ടേക്ക് ഹോം സാലറി എത്രയാണ്, എനിക്ക് ഫൈനലി കയ്യിൽ എത്ര കിട്ടാം. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം CTCയുടെ പല കോമ്പണൻസ് മനസ്സിലാക്കണം.